നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത 4 ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് കണക്കുകളാണ്. ധ്യാൻ ശ്രീനിവാസൻ്റെ സീക്രട്ട് എന്ന് പറയുന്ന ചിത്രം റിലീസ് ചെയ്തിരുന്നു. മറിമായം ടീമിൻ്റെ പഞ്ചായത്ത് ചിട്ടി എന്ന് പറയുന്ന ചിത്രം റിലീസ് ചെയ്തിരുന്നു. ഒരു കോമഡി ചിത്രമായിട്ടാണ് അത് വരുന്നത്. ലെവൽ ക്രോസ് എന്ന് പറയുന്ന ആസിഫ് അലി നായകനായി വന്ന ചിത്രം റിലീസിനെത്തിയിരുന്നു. വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു ചിത്രമാണ് ലെവൽ ക്രോസ്. ദേവദൂതൻ എന്ന പേരിൽ മോഹൻലാലിൻ്റെ റിലീസ് ചിത്രവും ഈ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരുന്നു. ഈ 4 ചിത്രങ്ങളുടെയും ബോക്സ് ഓഫീസ് കണക്കുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ആദ്യം സീക്രട്ട് എന്ന പേരിൽ സീക്രട്ടായിട്ട് സിനിമകൾ ഇറക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ്റെ ചിത്രമാണ്. 3 ദിവസം പിന്നിടുമ്പോൾ, അതായത് ആദ്യത്തെ വാരാന്ത്യത്തിൽ ഈ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചത് വെറും 15 ലക്ഷം രൂപ മാത്രമാണ്. ധ്യാൻ ശ്രീനിവാസൻ്റെ മറ്റൊരു ഗുണ്ടുബോംബ് എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ചിത്രം പരാജയപ്പെടുന്നു. 15 ലക്ഷം മാത്രമാണ് 3 ദിവസം കൊണ്ട് നേടിയത്. അടുത്തത് മറിമായം ടീമിൻ്റെ പഞ്ചായത്ത് ചിട്ടി എന്ന് പറയുന്ന ചിത്രമാണ്. ആദ്യ ദിവസം മുതൽ തന്നെ ചിത്രത്തിന് വലിയൊരു സ്വീകാര്യത അല്ലെങ്കിൽ വലിയൊരു അഭിപ്രായം കിട്ടിയിരുന്നു. അത് പയ്യെ ക്ലച്ച് പിടിച്ച് വരുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റായിട്ട് വരുന്നത്. തീരെ ആർട്ടിസ്റ്റുകൾ ഇല്ലാതിരുന്നിട്ട് പോലും 3 ദിവസം പിന്നിടുമ്പോൾ ഈ ചിത്രത്തിന് 34 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചു. ഇത് കേൾക്കുമ്പോൾ ചെറുതാണ് എന്ന് തോന്നുമെന്നുണ്ടെങ്കിലും വെറും 1 കോടി രൂപ മാത്രമാണ് സിനിമയുടെ ബഡ്ജറ്റായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ പയ്യെ ഹിറ്റാവുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്തത് ലെവൽ ക്രോസ് എന്ന് പറയുന്ന ആസിഫ് അലി ചിത്രമാണ്. ധ്യാൻ ശ്രീനിവാസൻ്റെ പേര് പറഞ്ഞ പോലെ തന്നെ അത്രയ്ക്ക് വരില്ല എന്നുണ്ടെങ്കിലും തുടർച്ചയായിട്ട് പരാജയ ചിത്രങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നടനാണ് ആസിഫ് അലി എന്ന് പറയുന്ന നടൻ. പക്ഷേ ഈ ഒരു സിനിമയിൽ ഒരല്പം പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം അതിനകത്ത് ആസിഫ് അലി മാത്രമല്ല വരുന്നത് എന്നുള്ളതായിരുന്നു. ഷറഫുദ്ദീൻ വരുന്നുണ്ട്. തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് ചെറിയ ഹിറ്റുകൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു നടനാണ്. അമല പോളിനെ പോലെ ഗംഭീരമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ ചിത്രം 3 ദിവസം കൊണ്ട് വെറും 74 ലക്ഷം രൂപ മാത്രമാണ് നേടിയെടുക്കാൻ സാധിച്ചത്. ഇവിടെയാണ് റിലീസിനെത്തിയ ദേവദൂതൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ പ്രസക്തി വരുന്നത്. കഴിഞ്ഞ ആഴ്ച, അതായത് 26-ാം തീയതി റിലീസ് ചെയ്ത 4 ചിത്രങ്ങളിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന മോഹൻലാൽ നായകനായി 24 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയാണ് 3 ദിവസം പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി 1 കോടി 10 ലക്ഷം രൂപ കവർ ചെയ്യാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. നന്ദി.